ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം ഒരു കൂട്ടായ്മ അടിയങ്ങൾക്കും ഈ ദേശത്ത് കടന്നു വന്ന നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കും അവൻ്റെ മനസ്സിലുവിനുമായ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസനെ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞങ്ങൾക്ക് അടുത്ത് പരിചയമുണ്ടെങ്കിലും നാട്ടിൽ വെച്ചാണ് കൂടുതലായി പരിചയപ്പെടുവാൻ തവണ ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ്സിന് ഞങ്ങളുടെ ഈ സഭയിൽ ഇവിടെ വെച്ചായിരുന്നു ആദ്യത്തെ ക്ലാസ് നടന്നിരുന്നത്. അതിനുശേഷം കോവിഡ് വന്നതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ പിന്നീട് ഓൺലൈനായി, അങ്ങനെ വീടുകളിലൊക്കെ ഇരുന്ന് ക്ലാസ്സുകൾ കൂടിയതുകൊണ്ട് പരസ്പരമുള്ളതായ പരിചയമോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. വീണ്ടും ഞങ്ങൾ ഗ്രാജുവേഷനോടുള്ള ബന്ധത്തിൽ നാട്ടിൽ കടന്നു ചെന്നപ്പോഴാണ് ദൈവദാസനുമായി കൂടുതൽ അടുക്കുവാനും അടുത്തറിയുവാനും ഒക്കെ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തനിക്ക് കൊടുത്തതായ ദർശനങ്ങൾക്കായി ദൈവവേലയിൽ തന്നെ ദൈവം ഉപയോഗിക്കുന്നതിനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ചില നാളുകളായിട്ട് ഗ്രാജുവേഷന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് കാണണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ബോംബെയിലാണ് എങ്കിലും ഇപ്പോഴാണ് അതിനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ കടന്നു വരുവാൻ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർത്തു. ദൈവദാസനോടുള്ളതായ നന്ദിയെ, പ്രത്യേക ദൈവസഭയോടുള്ള നന്ദിയെ ഓർപ്പിക്കുന്നു. സ്തോത്രം. മുഖവരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ളതായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ പകലിൽ ഓർപ്പിക്കുന്നു. നമുക്ക് അല്പസമയത്തെ വേദഭാഗ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 തെസ്സലോനിയൻസ് 1-ാം അധ്യായം ചാപ്റ്റർ 1 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. ചാപ്റ്റർ 3 1 വേഴ്സസ് 3 to 5. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ അടിയങ്ങളുടെ നല്ല ദൈവമേ, അബ്ബാ പിതാവേ, ഈ പകലിൽ അടിയങ്ങൾ വീണ്ടും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കടന്നു വന്ന നിമിഷം മുതൽ ഇത്രത്തോളം ദൈവിക ആലോചനകൾ കേൾക്കുവാൻ അടിയങ്ങളെ സഹായിച്ചു. വീണ്ടും അല്പസമയം അടിയങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. നൽകപ്പെട്ടതായ തിരുവചന ഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ ആമേൻ സ്തോത്രം ആത്മാവിൽ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിന് മഹത്വമാവുകയും ചെയ്യുമാറാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം. സ്തോത്രം. ഒരു ലേഖനം എഴുതി കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും എഴുതി അവരോട് പൗലോസ് ഓർപ്പിക്കുന്ന ചില വാക്കുകളാണ്. അവരെക്കുറിച്ച് ഒരല്പം എന്താ പറയുക, അഭിമാനത്തോടു കൂടെ ഓർപ്പിക്കുന്ന ചില വാക്കുകളാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഞങ്ങൾ പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ ചൊല്ലി അഭിമാനം കൊള്ളുകയും. സ്തോത്രം. എന്താണ് പൗലോസിനെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളുവാൻ അല്ലെങ്കിൽ പ്രശംസ തോന്നുവാൻ തക്കവണ്ണം ഇടയാക്കിയ 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. സ്തോത്രം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന: സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകി വരികയും ചെയ്യുകയാൽ ഞങ്ങൾ യോഗ്യമാകുമെന്ന ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒന്ന്, അവരെ ചൊല്ലി അവർ പ്രശംസിക്കുകയാണ്. 2, അവരെ ചൊല്ലി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു വരികയാൽ. 2, നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകി വരികയാണ്. സ്തോത്രം. ആമേൻ. 2 കാര്യങ്ങളാണ് ആ ഭാഗത്ത് വളരെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത്.
വിശ്വാസം വർദ്ധിച്ചു വരുന്നു, സ്നേഹം വർദ്ധിച്ചു വരുന്നു. അന്യോന്യമുള്ള സ്നേഹം, ദൈവസഭയ്ക്കുള്ളിലുള്ളതായ സ്നേഹം, അന്യോന്യമുള്ളതായ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിലർക്ക് വിശ്വാസം കൂടാൻ നേരത്ത് സ്നേഹം ആമേൻ സ്തോത്രം കുറഞ്ഞു പോകും. സ്തോത്രം അല്ലേ? വിശ്വാസത്തിലൊക്കെ ഭയങ്കര തീക്ഷ്ണതയുള്ളവരായിരിക്കും, ചിലപ്പോൾ കൂട്ടിമുട്ടിയാൽ മിണ്ടാതിരിക്കുന്ന അവസ്ഥകൾ. സ്തോത്രം. പക്ഷേ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുകയാണ്, അവര് വിശ്വാസം മാത്രമല്ല വർദ്ധിച്ചു വരുന്നത്, അവർക്ക് അന്യോന്യമുള്ള സ്നേഹവും വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടാതെ താഴേക്ക് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. പൗലോസ് ഒരു സഞ്ചാര സുവിശേഷകനായിട്ട് അല്ലെ, മിഷണറി ആയിട്ട് നടന്ന വ്യക്തിയാണ്. അപ്പോൾ താൻ പോകുന്ന സഭകളിലെല്ലാം അവിടെ എല്ലാം ചെന്നിട്ട് പറയുകയാണ്, തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ട് കേട്ടോ. സ്തോത്രം. അവിടെ ഒരു സഭയുണ്ട്, അവരുണ്ടല്ലോ ആമേൻ ഭയങ്കര ഉപദ്രവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്തോത്രം. അവര് പക്ഷേ അത് സഹിച്ച് അവർ സഹിഷ്ണുതയോടുകൂടെ കഷ്ടങ്ങളിൽ നിൽക്കുകയാണ്. തീർന്നില്ല. ആമേൻ. അവരുടെ വിശ്വാസം ആമേൻ ഹല്ലേലൂയ അവരെ കാരണമാക്കി തീർക്കുന്നത്, ഈ കഷ്ടങ്ങളൊക്കെ സഹിപ്പാൻ അവരെ കാരണമാക്കി തീർക്കുന്നത് എന്താ? ആമേൻ വിശ്വാസം. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് പോകുന്ന സഭകളിലൊക്കെ പൗലോസ് അവരെ കുറിച്ച് പ്രശംസയായിട്ട് പറയുക. അതാ പൗലോസ് പറയുന്നത്, ഞാൻ സഭകളിൽ നിങ്ങളെ കുറിച്ച് പ്രശംസിക്കും. അടുത്ത വാക്യത്തില്, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യം. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത്? ദൈവരാജ്യത്തിന് വേണ്ടി. സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഈ കഷ്ടമൊക്കെ സഹിക്കുന്നത് എന്തിനായിരുന്നു? ദൈവരാജ്യത്തിന് വേണ്ടി അല്ലേ? ഇന്നും ദൈവമക്കള് പലയിടങ്ങളില് അല്ലെ അടികൊള്ളുന്നു, ജയിലിലാക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. അവർക്ക് അവിടെ എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. സ്തോത്രം. ഒറ്റ ഒരു കാര്യമുള്ളൂ, ദൈവരാജ്യം. സ്തോത്രം. ഇവിടെ പറയണം, അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുവാൻ കാരണമായിരിക്കുന്ന ആ ദൈവരാജ്യം ഉണ്ടല്ലോ, അതിന് നിങ്ങളെ യോഗ്യരായി എണ്ണും. സ്തോത്രം. യോഗ്യന്മാരായി എണ്ണും. ഏത്? അത്. സ്തോത്രം. ഏത്? മുമ്പിലുള്ള പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സഹിഷ്ണുതയും നിങ്ങളുടെ സ്നേഹവും, അത് നിങ്ങളെ ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി എണ്ണും. പ്രൈസ് ദി ലോർഡ്. എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകും. ആമേൻ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആമേൻ തെസ്സലോനിക്ക സഭയ്ക്കുള്ള ആ വിശ്വാസം, വർദ്ധിച്ചു വരുന്ന വിശ്വാസം. സ്തോത്രം അല്ലേ? വിശ്വാസത്തിന്റെ പ്രത്യേകത അവിടെ ഒറ്റ വാക്കിൽ അവിടെ വിശ്വാസത്തിന് വിശേഷണമായിട്ട് കൊടുത്തിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന വിശ്വാസമാണ് അല്ലേ? കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നതല്ല. നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കട്ടെ. സ്തോത്രം. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. സ്തോത്രം അല്ലേ? നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യും, ബഡ്ജറ്റ് ഒക്കെ നോക്കും അല്ലേ? ഈ മാസം എത്ര ചെലവ് നടന്നു, എത്ര ബാലൻസ് ഉണ്ട് അല്ലേ? ചിലപ്പോൾ ഒത്തിരി ടൈറ്റായിട്ട് പോകുമ്പോഴേക്കും നേരത്തെ തന്നെ നമ്മൾ നോക്കും അല്ലേ? ഈ മാസം എങ്ങനെ ചെലവുകൾ നടത്താം എന്നൊക്കെ നോക്കും. ഒരു ദിവസം പറയുകയാണ്, നിങ്ങൾ വിശ്വാസം ഒന്ന് പരിശോധിക്കണം. വിശ്വാസം ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ഇന്നലെ എത്രയുണ്ടായിരുന്നു, ഇന്ന് എത്രയുണ്ട്? സ്തോത്രം. ഇനി ഈ വിശ്വാസം കൊണ്ട് ഞാൻ ജീവിക്കുവാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഇടയ്ക്കൊന്ന് ശോധന ചെയ്ത് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ ഇവരുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. വർദ്ധിച്ചു വരികയാണ്, ഡെയിലി കൂടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. ഇന്നലെ അവർക്കുണ്ടായിരുന്ന വിശ്വാസമല്ല, കഴിഞ്ഞ നാളുകളിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസമല്ല, ഓരോ ദിവസം വരുന്തോറും വർദ്ധിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹവും അങ്ങനെ തന്നെ വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം, ഈ തെസ്സലോനിക്ക സഭയുടെ വിശ്വാസത്തെ കുറിച്ച് ഈ തെസ്സലോനിക്ക ലേഖനങ്ങൾ 1ഉം 2ഉം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന് വളരെ ഹല്ലേലൂയ വാക്കുകൾ ഒത്തിരി
പ്രാവശ്യം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണമിടയായിരുന്നു. പല വാക്യങ്ങളിൽ പൗലോസിന് അവരെ ഇങ്ങനെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് തോന്നുന്നു മതിയാകുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് കാണാം. സ്തോത്രം. 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം അതിന്റെ പ്രൈസ് ദി ലോർഡ്, അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. സ്തോത്രം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവര് വചനം കൈക്കൊണ്ടു. അങ്ങനെ അവർ കൈക്കൊണ്ടത് വിശ്വസിക്കുന്നവർക്ക് മാതൃകയായി തീർന്നു. സ്തോത്രം. കണ്ടോ? താഴേക്ക് വായിക്കുന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. കേട്ടോ? എല്ലായിടത്തും അറിയാം. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം മക്കെദോന്യയിൽ ചെന്നാൽ, അഖായയിൽ ചെന്നാൽ, അല്ലെ, അവിടെയൊക്കെ ചെന്നാൽ അവർ പറയുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. കണ്ടോ? സ്തോത്രം. പിന്നെയും താഴേക്ക് വരുമ്പോഴേക്കും അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് 13-ാം വാക്യത്തിൽ 2:13 വരുമ്പോഴേക്കും, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു. അവിടെ അവരുടെ വിശ്വാസത്തിന്റെ വേറൊരു തലത്തെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. അവരുടെ വിശ്വാസം ദൈവത്തിന്റെ വചനം വ്യാപരിക്കുക എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന, അതിന്റെ മൂലഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നതിന്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് അവൻ ഇടയാക്കി തീർത്തത് എന്താണ്? വിശ്വാസം. അല്ലെ? വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ ദൈവവചനം വ്യാപരിച്ചെന്നായിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്തെ അവൻ പ്രവർത്തിപ്പിക്കുന്നത് എന്താ? വിശ്വാസം. തൊട്ടുമുള്ള വചനത്തിൽ ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 13-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. സ്തോത്രം. മനുഷ്യന്റെ വചനമായിട്ടല്ല, അല്ലെ? ഇപ്പൊ പൗലോസോ അല്ലെങ്കിൽ മറ്റു ദൈവദാസന്മാരോ നിന്ന് പ്രസംഗിക്കുന്ന ദൈവവചനം അവർ മനുഷ്യനാ നിന്ന് പ്രസംഗിക്കുന്നത്, അല്ലെ? അവർ പറയുന്നത്. പക്ഷെ പൗലോസ് പറയണത് നിങ്ങൾ കേട്ടത് എങ്ങനെയാ? പൗലോസ് എന്ന മനുഷ്യൻ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ അല്ല നിങ്ങൾ കേട്ടത്. പിന്നെ സാക്ഷാലാകുന്നത് പോലെ. കേട്ടോ? ദൈവവചനത്തിന്റെ പ്രത്യേകത അതെങ്ങനെയാണ്? ദൈവത്തിന്റെ പ്രത്യേകത എന്തുവാ? ആമേൻ. സ്തോത്രം. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ലേഖനം 2 തിമോഥെയോസ് 3:16 വാക്യം, 3:16, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയ. കണ്ടോ? ദൈവത്തിൽ നിന്ന് ഉളവാക്കപ്പെട്ടതാണ് എല്ലാ തിരുവെഴുത്തുകളും. ഇവിടെ പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്ക സഭയും ചെയ്തതാ. പൗലോസ് എന്നൊരു മനുഷ്യൻ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ല. സാക്ഷാൽ എങ്ങനെയാണോ ദൈവവചനമായിരിക്കുന്നത്? എങ്ങനെയാ? ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ട്. സ്തോത്രം. ദൈവശാസ്ത്രീയമായിട്ട്, അല്ലെ? ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. സ്തോത്രം. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളിൽ അതിന്റെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവവചനമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ അത് നമ്മില് പ്രവർത്തിപ്പാൻ, അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, അതിന്റെ ക്രിയയെ നടത്തുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അടുത്ത അവരുടെ വിശ്വാസത്തിന്റെ ഒരു തലമാണ് ഏതാണ്? അവർ ദൈവവചനം കേട്ടപ്പോൾ അവർ വിശ്വസിച്ചു. അത് അവരില് വലിയ പ്രവൃത്തികൾ ഉണ്ടാക്കുവാൻ തക്കണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവരുടെ വിശ്വാസത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളെ അയച്ചു. കണ്ടോ? സ്തോത്രം. അതെന്താണെന്നറിയാമോ? ആ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും, സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ചിട്ട് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരൻ ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തില് ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. അഥേനയിൽ പൗലോസ് ഇരുന്നപ്പോഴേക്കും പൗലോസ് ഒരു വാർത്ത കേട്ടു.
വലിയ കഷ്ടം ഈ തെസ്സലോനിക്ക ദൈവസഭയിൽ നേരിട്ടു, വലിയ ഉപദ്രവം നേരിട്ടു. സ്തോത്രം. ഇതറിഞ്ഞപ്പോഴേക്കും അവൻ പൗലോസ് തിമോഥെയോസിനോടാണ് പോയിരിക്കുന്നത്. പൗലോസ് എന്ത് ചെയ്യുന്നു വിചാരിച്ചു? തിമോഥെയോസിനെ പറഞ്ഞ് തെസ്സലോനിക്കയിലോട്ടൊന്ന് പറഞ്ഞു വിടാം. പൗലോസ് ഇരിപ്പ് വരുന്നില്ല. സ്തോത്രം. തെസ്സലോനിക്കയില് ഒരു സഭ കഷ്ടം അനുഭവിക്കുന്നു. സ്തോത്രം. പൗലോസ് പറഞ്ഞു, തിമോഥെയോസ് നീ ഒന്ന് പോയിട്ട് വാ, നീ ചെന്നിട്ട് വാ. സ്തോത്രം. അവിടെ ചെന്നിട്ട് അവരുടെ വിശ്വാസം ഒന്ന് അന്വേഷിച്ചിട്ട് വാ. സ്തോത്രം. കണ്ടോ എന്തിനാ ആളയച്ചത്? ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോ. ഈ കഷ്ടതയില് അല്ലെ, കഷ്ടത വരുമ്പോഴേക്കും പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോകും. ചിലർ നല്ല, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കഷ്ടത വരുമ്പോഴേക്കും നമ്മള് അല്പമൊക്കെ അങ്ങനെ ആവരുത്. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇവിടെ പറയുകയാണ്, അങ്ങനെ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോകും. പൗലോസിന് അവിടെ ഇരിക്കുമ്പോൾ ടെൻഷൻ, അയ്യോ തെസ്സലോനിക്ക സഭയില് പരീക്ഷിച്ചു, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ അല്ലെ? പൗലോസ് വളരെ കഷ്ടതയില് സ്തോത്രം സ്ഥാപിച്ചൊരു സഭയാ തെസ്സലോനിക്ക സഭ. ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ടിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന്, അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതോ അവർ ഇടറിപ്പോയോ കഷ്ടത നേരിട്ടപ്പോൾ എന്നറിയുവാനായിട്ട് ആളെ സ്തോത്രം. 3-ാം വാക്യം പറയുന്നത് കേട്ടോ, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. സ്തോത്രം. കഷ്ടം അനുഭവിപ്പാനാണ് നാം നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, നാം മാനിക്കപ്പെടുവാനാണ്, ഉയർത്തപ്പെടുവാനാണ് ഒക്കെ പറയാറുണ്ടെങ്കിലും തിരുവചനം നമ്മളെ മാറ്റമില്ലാതെ പറയുന്നത് നാം നിയമിക്കപ്പെട്ടിരിക്കുന്ന കഷ്ടം അനുഭവിപ്പാനാണ്. ദൈവം മാനിക്കുമായിരിക്കാം, അനുഗ്രഹിക്കുമായിരിക്കാം, ഒക്കെ നടന്നോട്ടെ, പക്ഷെ കഷ്ടം അനുഭവിപ്പാനായിട്ട് നാം നിയമിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് 4-ാം വാക്യത്തിൽ പറയുന്ന കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഔവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു കേട്ടോ. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാ സംഭവിച്ചത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. നമ്മൾ എന്തിനാണ് കഷ്ടം അനുഭവം? ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ തെസ്സലോനിക്കയില് പൗലോസ് ചെല്ലുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴേക്കും അറിയാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് പൗലോസ് തെസ്സലോനിക്കയിലേക്ക് ചെല്ലുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. സ്തോത്രം. 16-ാം അധ്യായത്തില് പൗലോസ് തന്റെ മിഷണറി യാത്രയില് സ്തോത്രം ഇങ്ങനെ പോകുന്ന വഴിക്ക് തിമോഥെയോസും ശീലാസുമായിട്ട് പോകുന്ന വഴിക്ക് 16-6 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാലും ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിൽ എത്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം പൗലോസ് വിചാരിച്ചത് ആസിയയിൽ എന്നിട്ട് വചനം പ്രസംഗിക്കാം, അവിടെ സുവിശേഷം അറിയിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ആദ്യം വിലക്കി, വേണ്ട അല്ലെ. അപ്പൊ പൗലോസ് അവൻ ദൈവത്തിന്റെ ആത്മാവ് ചിലതൊക്കെ അല്ലെ സുവിശേഷ പ്രവർത്തനം തന്നെയല്ലേ നടത്തിയത്, അല്ലാണ്ട് അവിടെ ചെന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും അല്ല പൗലോസ് പ്ലാൻ ചെയ്തത് അല്ലേ. പൗലോസ് വിചാരിച്ചു സുവിശേഷം തന്നെ പ്രസംഗിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ കാര്യം അതല്ലല്ലോ. വീണ്ടും ബിഥുന്യയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് സമ്മതിച്ചില്ല, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അങ്ങനെ അവര് മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അപ്പോൾ ഞാൻ തെസ്സലോനിക്കയിൽ അവരെത്താനുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ആസിയയ്ക്ക് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ പോരെന്ന് പറഞ്ഞു. ബിഥുന്യയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും പറഞ്ഞ് പോരെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താ? അവരെ തെസ്സലോനിക്കയ്ക്ക് കൊണ്ടുവരുവാനുള്ള പദ്ധതിയാണ്. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യയ്ക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുന്ന തന്നോട് അപേക്ഷിക്കുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. എവിടെ? മുസ്യയില് ത്രോവാസില് വെച്ച്. പൗലോസ് എന്ന രാത്രി ഉറങ്ങുമ്പോഴാണോ ഉണർന്നിരിക്കുമ്പോഴാണോ എന്ന് കൃത്യമായിട്ട് എഴുതിയില്ല. രാത്രി എന്നാണ്. സ്തോത്രം അല്ലെ. ചില ദർശനങ്ങൾ ഉറക്കത്തിൽ കാണാറുണ്ട്, ചിലർ ഉണർന്നിരിക്കുമ്പോൾ കാണാറുണ്ട്. സ്തോത്രം. എന്ന് തന്നെ ആയിരുന്നാലും അവിടെ അന്ന് ദർശനം കാണുകയാണ്. മാസിഡോണിയ. സ്തോത്രം. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മാസിഡോണിയക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ നിന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ സഹായിക്കണം സ്തോത്രം എന്ന് പറയുന്ന ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് പൗലോസ് വിചാരിച്ചു, അതെ മാസിഡോണിയയിലോട്ടാണ് ഇനി എനിക്ക് പോകാനുള്ളത്. സ്തോത്രം. അങ്ങനെ ചെന്ന് അവർ മാസിഡോണിയയിലേക്ക് പോകാനായിട്ട് ചെന്നു.
അങ്ങനെ അവർ മാസിഡോണിയയിലേക്ക് ചെന്ന് മാസിഡോണിയയുടെ ഒരു ഭാഗമായിട്ടുള്ള ഫിലിപ്പിയയിലെത്തി. സ്തോത്രം. അത് മക്കതോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണമാണെന്ന് 12-ാം വാക്യത്തിലുണ്ട്. സ്തോത്രം. ഫിലിപ്പിയയില് ആണ് ആമേൻ സ്തോത്രം ആരുടെ ആമേൻ സ്തോത്രം ലുദിയ അവിടെ വെച്ച് പുഴക്കരയിൽ വെച്ച് വചനം പറഞ്ഞപ്പോഴേക്കും ലുദിയയുടെ ഹൃദയം തുറക്കുന്നു. അങ്ങനെ ലുദിയയുടെ ഹൃദയം തുറന്നപ്പോഴേക്കും ലുദിയ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ യജമാനന്മാർ എന്ന് കംപ്ലൈന്റ് ചെയ്തപ്പോഴേക്കും, പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് അടുപ്പിച്ച് അകത്തിട്ടു. സ്തോത്രം. ആമത്തിലിട്ടു. അവിടെ വെച്ച് അവരെ ദൈവം ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി അവൻ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ആ കാരാഗ്രഹ പ്രമാണിയെ സ്നാനപ്പെടുത്തി. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? സ്തോത്രം. അവിടുന്ന് അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ചില കാരാഗ്രഹങ്ങളൊക്കെ എന്തിനാ? അവിടെ കാരാഗ്രഹത്തിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെ? കാരാഗ്രഹ പ്രമാണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് തിരിച്ച് പുറത്തോട്ട് വന്ന് ലുദിയെ കണ്ടിട്ട് ആശ്വസിപ്പിച്ചിട്ട് 17-ാം അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവർ അംഫിപ്പൊലീസിനും അപ്പൊലോനിയനും കൂടെ കടന്ന് തെസലോനിക്കയിൽ എത്തി. കേട്ടോ. അപ്പൊ തെസലോനിക്കയിൽ അവർ വരാനുണ്ടായ കാരണമാണ് നമ്മൾ കണ്ടത്. ആസിയിൽ പോകരുതെന്ന് പറഞ്ഞിട്ട്, അല്ലെ? സ്തോത്രം. ബിഥുന്യക്ക് പോകരുതെന്ന് പറഞ്ഞ് സ്തോത്രം അവരെ ഫിലിപ്പിയയിൽ കൊണ്ടുവന്നു. ഫിലിപ്പിയയിൽ നിന്ന് അവര് സ്തോത്രം അവര് അപ്പൊലോനിയയിലും അംഫിപ്പൊലീസിലൂടെ കടന്ന് തെസലോനിക്കയിൽ വരികയാണ്. സ്തോത്രം. പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. 1-ാം ലേഖനം 1-ാം അധ്യായം സ്തോത്രം അതിന്റെ 2-ാം അധ്യായം 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്? ഞങ്ങളുടെ എൻട്രി എങ്ങനെയായിരുന്നെന്ന് സ്തോത്രം. കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് എങ്ങനെയുള്ള പ്രവേശനം. കാരണം ഈ അടിയും തല്ലും ഒക്കെ കൊണ്ടിട്ടാണ്, അല്ലെ, ദൈവം വളരെ അവരെ പല സ്ഥലങ്ങളിൽ വിടാതെ പിടിച്ച് വഴിയിലൂടെ കൊണ്ടുപോയി തെസലോനിക്കയിൽ എത്തിച്ചു. അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് എങ്ങനെയുള്ള പ്രവേശനം നിങ്ങളുടെ അടുക്കൽ സാധിച്ചു. സ്തോത്രം. 17-ാം അധ്യായം തുടങ്ങുമ്പോൾ അവർ തെസലോനിക്കയിൽ എത്തുകയാണ്. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് ആ പള്ളിയിൽ ചെന്ന് 3 ശബ്ബത്തില് അവിടെ ചെന്ന് തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയിരുന്നത് 4-ാം വാക്യം 17:4, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അപ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. തെസലോനിക്ക സഭയിലെ ആദ്യത്തെ ആത്മാക്കൾ അവിടെ വിടുവിക്കപ്പെടുകയാണ്. ആരൊക്കെയാണ്? ചില ഭക്തിയുള്ള യവനന്മാര്, മാന്യ സ്ത്രീകളില് അനേകർ. സ്തോത്രം. ആദ്യത്തെ ആത്മാക്കളാണ് തെസലോനിക്ക സഭയുടെ ആദ്യത്തെ ആത്മാക്കളാണ്. സ്തോത്രം. അവരെങ്ങോട്ട് രക്ഷിക്കപ്പെട്ടു വന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും യഹൂദന്മാർക്ക് സഹിച്ചില്ല. 5-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരോ അസൂയ പൂണ്ടു മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത്, അല്ലെ, പുരുഷാരത്തെ ഇളക്കി, അല്ലെ, മിനക്കെട്ട് പണിയൊന്നും ഇല്ലാതെ നടക്കുന്ന കുറെ പേര്. അവരെല്ലാം ഇങ്ങനെ കൂട്ടി, പുരുഷാരത്തെയും കൂട്ടി പട്ടണത്തിൽ കളക്കമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു. ഈ യാസോൻ ഈ ആദ്യത്തെ ആത്മാക്കളിൽ രക്ഷിക്കപ്പെട്ട് വന്ന ദൈവമക്കളിൽ ഒരാളാണ്, ഒരു സഹോദരനാണ് യാസോൻ. യാസോന്റെ വീട്ടിൽ അവർ വളഞ്ഞു. വീട് വളഞ്ഞ് അവരെ അവിടുന്ന് ഇറക്കാൻ, പൗലോസിനെ ശീലാസിനെ പിടിക്കാനാണ് പോയത്. അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. 6-ാം വാക്യം ഇങ്ങനെയാണ്, അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട്. സ്തോത്രം. അല്ലേ, ഇന്ന് പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നല്ലേ, പിടിച്ച് ചിലരൊക്കെ ആണെങ്കിൽ വിലങ്ങ് പോലും അണിയിക്കത്തില്ല, അല്ലേ? ഇപ്പം അല്ലേ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ്. ഇവിടെ കണ്ടോ അവരെ കൊണ്ടുപോകുന്നത് ഇഴച്ചോണ്ടാ പോകുന്നത്, അല്ലെ? നടത്തിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇവരങ്ങനെ വരാതിരിക്കുവോ? ഇല്ല. അവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവരെ വിളിച്ചാൽ വരുമായിരുന്നു. പക്ഷേ അവരുടെ ഒരു ക്രോധത്തിന്റെ, അവർക്ക് ഈ ദൈവജനത്തോടുള്ള ആ വലിയ ആ ദേഷ്യത്തിന്റെ സ്തോത്രം അളവ് അവിടെ കാണുന്നത്. പിടിച്ചിട്ട് ഇഴച്ചോണ്ട് പോവുക റോഡിൽ കൂടെ.
സ്തോത്രം. ഹല്ലേലൂയ. ഇഴച്ചുകൊണ്ട് പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവരെ ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. അവരുടെ ബന്ധുക്കൾ കാണും അല്ലേ? ആ പ്രദേശത്ത് കാണത്തില്ലേ? യാസോന്റെ ബന്ധുക്കൾ കാണത്തില്ലേ? സ്വന്തം വീടിന്റെ പരിസരത്തൂടെ കൂട്ടുകാർ കാണും ഇല്ലയോ? സ്തോത്രം. അവരുടെ നാട്ടുകാർ കാണും. ചെറുപ്പം മുതൽ ഒന്നിച്ച് അവൻ വളർന്നു വന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നവര്, നാട്ടുകാര്, മാന്യതയോടെ അവർ ആ ദേശത്ത് ജീവിക്കുന്നവരാണ്. അവരുടെ എല്ലാം മുമ്പിൽ കൂടെ വലിച്ചഴച്ചുകൊണ്ട് പോകുകയും. സ്തോത്രം. ആമേൻ. അപ്പോൾ തെസലോനിക്ക സഭയ്ക്ക് കഷ്ടം നേരിടുന്നത് ആദ്യമായിട്ടല്ല. തെസലോനിക്ക സഭയുടെ ലേഖനം എഴുതുമ്പോൾ മാത്രമല്ല. ആമേൻ. സഭ സ്ഥാപിച്ച നാള് തൊട്ട് തന്നെ സഭയ്ക്ക് കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാസോനെയും ആമേൻ ഹല്ലേലൂയ സഹോദരന്മാരെയും എല്ലാം നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ അവരെത്രത്തോളം ആമേൻ സ്തോത്രം പുറമേയുള്ള ശരീരവേദനയേക്കാൾ അവർക്ക് അകത്തായിരിക്കും അവരുടെ വേദന ഉണ്ടായത്. കാരണം ഈ നാണക്കേടെന്നൊക്കെ പറയുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ മുമ്പിലൂടെ ഇഴച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ, എന്നാൽ കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. മറ്റുള്ളവരെക്കാളൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നവരാ അല്ലെ? മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ ഇഴച്ചുകൊണ്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അല്ല, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാകുന്ന എപ്പോഴാണ്? ആരെങ്കിലും നമ്മളെ ആമേൻ സ്തോത്രം പെന്തക്കോസുകാരാന്ന് പറയുന്നത് ആണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പെന്തക്കോസുകാരനാന്ന് പറയാനായിട്ട് നമുക്കൊരു മടിയാണ് അല്ലേ? ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കും. അതിനപ്പുറം പറയാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കണ്ടോ? വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവിടെ ചെന്നിട്ട് പറയാ, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു. അവൻ കൈസരല്ലാതെ വേറൊരു രാജാവ് ഉണ്ടെന്ന് പറഞ്ഞ് രാജാവിനെതിരെ ഇവർ പ്രവർത്തിക്കുകയാന്ന് പറയുക. സ്തോത്രം. ആമേൻ. കേട്ടോ? വലിയ വധശിക്ഷ പോലും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അവർക്ക് അവൻ മേളില് അടിച്ചേൽപ്പിച്ചത്. പക്ഷേ അവിടെ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. ജാമ്യം ലഭിച്ച് അവർ പുറത്തു വന്നതായിട്ട് നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ അവൻ തെസലോനിക്ക സഭ അവൻ സ്ഥാപിച്ച നാൾ തൊട്ട് അവൻ തെസലോനിക്ക സഭയ്ക്ക് കഷ്ടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, പൗലോസ് ഇവിടെ പറയുകയാണ്, കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കഷ്ടം ഇല്ലാത്തൊരു സഭയോടാണ് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അല്ലേ? നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. എടാ, തല്ലും കൊണ്ട് അടിയും കൊണ്ട് നേരെ നിൽക്കാൻ വയ്യാത്ത എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ പറയാ, യാസോൻ തല്ലും അടിയെ കൊണ്ട് കിടക്കാൻ നേരത്ത് യാസോനോട് വന്നിട്ട് പറയാണ്, ആമേൻ കഷ്ടം അനുഭവിക്കേണ്ടി വരും കേട്ടോ. യാസോൻ പറയടാ, ഞാൻ ഇപ്പൊ കൊണ്ടതല്ലേ ഉള്ളൂ, ഇനിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതായിരുന്നു ആദിമ കാലഘട്ടങ്ങളിലെ സഭയില് അവൻ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ദൂതതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടം വരും. പ്രൈസ് ദി ലോർഡ്. കഷ്ടത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇനിയും കഷ്ടം വരും എന്ന് അവൻ ഹല്ലേലൂയ മുൻപ് കൂട്ടി പറഞ്ഞതുകൊണ്ട് അവൻ സ്തോത്രം അവരാരും കഷ്ടതയുടെ മധ്യത്തിൽ ഇടറിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് അവൻ ദൈവസഭയില് അവൻ സ്തോത്രം ഇങ്ങനെ പറയാത്തത് കൊണ്ട് അല്ലെ പലരെയും എനിക്കറിയാം. ആമേൻ. തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും ആളെ കൂട്ടണമെന്ന് വിചാരിച്ച് ആമേൻ കുഞ്ഞുങ്ങളുണ്ടാകാതെ ഇരുന്ന ഒരു സഹോദരി പറഞ്ഞു, സ്തോത്രം പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവർ വന്നു. അവർ സ്നാനപ്പെട്ടതും ഒക്കെ വന്നു കഴിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. സ്തോത്രം. കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞ് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ പോകുവാനൊക്കെ പ്രായമായി കഴിഞ്ഞ കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് സ്കൂൾ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ്സിൽ കയറ്റി അയച്ചു. വൈകുന്നേരം വന്ന് സ്കൂൾ ബസ്സിൽ തന്നെ ഒരു അമ്മ ഒറ്റ കുഞ്ഞായതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ലാളിച്ച് വളർത്തി. അങ്ങനെ വൈകുന്നേരവും രാവിലെയും ഒക്കെ സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് വരെ അമ്മ വന്ന് കയറ്റി വിടും, പിക്ക് ചെയ്യും. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അമ്മ വീട് ഇപ്പുറ സൈഡിലാണ്, അപ്പുറ സൈഡിലാണ് ബസ് നിർത്തി. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ കുഞ്ഞ് വരുന്നത്. സ്തോത്രം. അപ്പോൾ അന്ന് ക്രോസ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു വണ്ടി വന്ന് ഇടിച്ചു. സ്പോട്ടിൽ വെച്ച് കുഞ്ഞ് മരിച്ചു. സ്തോത്രം. ഒരു കുഞ്ഞ് ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞ് അല്ലെ? ദൈവം കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരൊറ്റ മരണത്തോടെ ആ സഹോദരി വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടിയാണ് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നത്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. പ്രൈസ് ദി ലോർഡ്.
അല്ലെങ്കിൽ നാം ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സ്തോത്രം. നാം എന്തിനാ കർത്താവിനെ പിൻപറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. നാം എന്തിനാ കർത്താവിന്റെ പുറകെ പോകുന്നത്? നാം രാവിലെ കേട്ടല്ലോ, നാം കർത്താവിനെ അനുഗമിക്കുന്നത് ഇതിനു വേണ്ടിയില്ല, നിത്യതയ്ക്ക് വേണ്ടി അവനെ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണമെന്ന് നാം കേട്ടല്ലോ. അവൻ ഒരിക്കൽ കർത്താവിന്റെ അടുക്കല് അവൻ സ്വന്തം കർത്താവ് അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് അത് കഴിഞ്ഞിട്ട് അവൻ പടക് കയറി അക്കരയ്ക്ക് പോയി. അക്കരയ്ക്ക് പോയപ്പോഴേക്കും ഈ ആളുകളെല്ലാം കൂടെ കർത്താവിനെ അന്വേഷിച്ച് അവിടെ ചെന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കർത്താവിനോട് അവർ പറയുകയാണ്, ഈ വലിയ ആവലോട് അന്വേഷിച്ച് കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ പറയും, കർത്താവ് നീ എവിടെയായിരുന്നു? സ്തോത്രം. ഞങ്ങൾ എത്ര അന്വേഷിച്ചെന്ന് അറിയാമോ നിന്നെ? സ്തോത്രം. ഞങ്ങൾ അവിടെ എല്ലാം തപ്പി നടക്കുകയായിരുന്നു. കർത്താവേ നീ എവിടെയാണെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും കർത്താവ് പറയുന്ന മറുപടി, പ്രൈസ് ദി ലോർഡ്. എന്തിനാ അവർ വന്നെന്നറിയാമോ? കർത്താവിനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി, അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിനെ അറിയാം, ഒരു രാജാവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മറുപടി, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടതുകൊണ്ടല്ല, നേരെ മറിച്ച് അപ്പം തിന്നത് കൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പത്തിന് വേണ്ടിയില്ല നിങ്ങൾ പിന്നെയും വന്നത്. സ്തോത്രം. ഇന്നലെ നടന്നതുപോലെ എന്തെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടാണ് നിങ്ങൾ വന്നത്. പക്ഷെ അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ ഒരു അടയാളമായിട്ട് കർത്താവ് ചെയ്തത്. പക്ഷെ അവർ അടയാളമായിട്ട് കണ്ടില്ല അതിനെ. പ്രൈസ് ദി ലോർഡ്. അവരതിനെ വീണ്ടും 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 അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് പറയാ, നിങ്ങൾ അപ്പത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പത്തിന് വേണ്ടിയാണോ നമ്മൾ കർത്താവിന്റെ അടുത്ത് വീണ്ടും ചെല്ലുന്നത്? സ്തോത്രം. കർത്താവ് നമുക്ക് അപ്പം നൽകുവാൻ, അവൻ വസ്ത്രം നൽകുവാൻ, പാർപ്പിടം നൽകുവാൻ, മാനിക്കുവാൻ, നമുക്ക് വേണ്ടത് നൽകുവാൻ ഒക്കെ അവൻ വിശ്വസ്തനാണ്. സ്തോത്രം. അവൻ നൽകും. പക്ഷേ നാം എന്തിനാ അവനെ പിൻപറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. നാം എന്തിനാ പോകുന്നത്? നാം അവന്റെ പിന്നാലെ പോകുന്നത് എന്തിനാ? നാം അവനെ അന്വേഷിക്കുന്നത് എന്തിനാ? സ്തോത്രം. അങ്ങനെ ആ പ്രസംഗം കർത്താവ് പ്രസംഗിച്ച് തീർക്കുമ്പോഴേക്കും, 6-ാം അധ്യായം പ്രസംഗിച്ച് തീരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സ്തോത്രം. 6-ാം അധ്യായം 56-ാം വാക്യമാണെന്ന് തോന്നുന്നു. സോറി, ഞാൻ സന്ദർഭവശാൽ വന്നതുകൊണ്ട് 60-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആ പ്രസംഗം കർത്താവ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്തോത്രം ശിഷ്യന്മാര് പറയുകയാണ്, പലരും, കർത്താവിന് 120 ശിഷ്യന്മാരോളം ഉണ്ടായിരുന്നു. ആ ശിഷ്യന്മാർ പലരും പറയുകയാണ്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും? കാരണം ഇവർ അപ്പത്തിന് വേണ്ടിയാ കർത്താവിന്റെ പിന്നാലെ ഈ പല പുരുഷാരങ്ങൾ വന്നത്. 120 പേരും വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവിടെ കർത്താവ് പറഞ്ഞത്, ഇതല്ല, നിങ്ങൾ ജീവനുള്ള അപ്പത്തിനായിട്ട് കാംക്ഷിപ്പിൻ, അതിനുവേണ്ടി ആഗ്രഹിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ജീവനുള്ള അപ്പം, കർത്താവ് പറയുകയാണ്, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് താൻ വന്നതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും, എന്തിനാണ് താൻ വന്നതെന്നും എന്തിനാണ് താൻ ചെയ്യുന്നതെന്നും ഒക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാർ പറയുകയാണ്, ഇത് കഠിനവാക്ക്. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾപ്പാൻ ആരെ കൊണ്ട് പറ്റും? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 66-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അവർക്ക് മനസ്സിലായി, സ്തോത്രം, അപ്പം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. അപ്പൊ അവർ വന്നത് എന്തിനായിരുന്നു? യേശു 12 ചോദിക്കുക, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ട്? 12 ശിഷ്യന്മാരോട് ചോദിക്കുക. പത്രോസിന്റെ മറുപടി, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ ഉള്ളത്? ആമേൻ. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ നിത്യജീവന് വേണ്ടിയാ വന്നത്, അപ്പത്തിന് വേണ്ടിയല്ല. നിത്യജീവന്റെ വചനം നിന്റെ പക്കലേ ഉള്ളല്ലോ, പിന്നെ ഞങ്ങൾ എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. അപ്പം കിട്ടാൻ പല വഴികളുണ്ട് കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ നിത്യജീവന്റെ വചനം നിന്റെ പക്കലല്ലേ ഉള്ളൂ, ഞങ്ങൾ എങ്ങോട്ട് പോകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് നമ്മെ തന്നെ പരിശോധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. നാം എന്തിനാണ് കർത്താവിനെ പിൻപറ്റുന്നത്? ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി അവനെ പിൻപറ്റുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു നാളിലും കർത്താവിനെ വിട്ടു പോകാൻ ഇടവരത്തില്ല. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക സഭ പറഞ്ഞതുപോലെ, തെസ്സലോനിക്ക സഭ നിന്നതുപോലെ വിശ്വാസത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവർ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുകയാണ്, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. നിങ്ങൾ ഓരോ കഷ്ടത സഹിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുന്നത് നിങ്ങളെ യോഗ്യന്മാരാക്കി, നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? നിത്യജീവന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത്, അതിന് നിങ്ങളെ അധികം 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 യോഗ്യന്മാരാക്കി അവൻ എണ്ണും. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. അടുത്ത വാക്യം താഴേക്ക് ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു, തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കർ 1:6
വരെ നമ്മൾ വായിച്ചു, 5 വരെ വായിച്ചു. 6-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വീണ്ടും വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചോദിക്കത്തില്ലേ, കർത്താവേ എത്രത്തോളം ഞങ്ങൾ സഹിക്കണം, എത്രത്തോളം ഞങ്ങൾ സഹിക്കണം? തെസ്സലോനിക്ക സഭയെ നിങ്ങൾ ചോദിക്കുന്നില്ലേ? അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങളെ ഇഴച്ചുകൊണ്ട് പോകുന്നു, ഞങ്ങളെ കഷ്ടത അനുഭവിക്കുന്നു, ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ വിഷയമായിരിക്കുന്നു, ഞങ്ങൾ പീഡ അനുഭവിക്കുന്നു. അവൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും. കർത്താവ് വരുമ്പോൾ പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ പീഡകളും നിന്ദകളും അപമാനവും കഷ്ടതയും പ്രതികൂലങ്ങളും ഒക്കെ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവൻ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് അവൻ പീഡയെ കൊടുക്കും. പീഡ അനുഭവിച്ച നിങ്ങൾക്ക് അവൻ ആശ്വാസത്തെ തന്നിട്ട് അവൻ ഹല്ലേലൂയ അവൻ ഇങ്ങനെ പറയും, ഹല്ലേലൂയ സ്തോത്രം, തന്റെ കാന്ത അവൻ ചേർത്ത് നിർത്തിയിട്ട് അവൻ പറയും, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തതാ. അവൻ ഹല്ലേലൂയ അവൻ സ്തോത്രം, എന്റെ പ്രിയ, എന്റെ കാന്തയെ അവൻ സ്തോത്രം, അവൾ മുള്ളുകൾക്കിടയിൽ താമരയെ പോലെ ഇരുന്നവളാ. അവൾ കഷ്ടത സഹിച്ച് അവൻ ഇരുന്നവളാണ്. അവൻ സ്തോത്രം, ഇനി ഞാൻ അവളോ വിട്ടു പിരികയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂടെ ഇരുത്തി അവൻ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയെ നിങ്ങൾ പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിൽ നിങ്ങൾ കുലുങ്ങിപ്പോകണ്ട. നിങ്ങളുടെ വിശ്വാസം ഇനിയും വർദ്ധിച്ചു വരട്ടെ, നിങ്ങളുടെ സ്നേഹം ഇനിയും പെരുകി വരട്ടെ. അവൻ ഹല്ലേലൂയ കഷ്ടങ്ങളിൽ നിലനിൽക്കട്ടെ. അവൻ എന്ന് പറഞ്ഞ് പൗലോസ് അവരെ ശക്തിപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോവുകയാണോ അതോ വർദ്ധിച്ചു വരികയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടതകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് അവൻ മറുപടികൾ താമസിക്കുമ്പോൾ നാം ഇടറിപ്പോവുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്, നാം അവനെ അനുഗമിച്ചത്. ആമേൻ. സ്തോത്രം. പത്രോസിനെ പോലെ പറയാം, കർത്താവേ നിത്യജീവന്റെ മൊഴികൾ വേറെ ഉണ്ട്, നിന്റെ കയ്യിലല്ലേ ഉള്ളൂ. ആമേൻ. ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകും? ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാം. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയം ദൈവദാസൻ സഭയ്ക്കുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. ഏവർക്കും നന്ദി. ആമേൻ.